ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പെസഹക്കാലം നമ്മളിന്ന് ധ്യാനിക്കുന്നത് യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 15-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങളും 16 മുതൽ 4 വരെയുള്ള വാക്യങ്ങളുമാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാർ അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങളെക്കുറിച്ച് ഒരു സൂചന നൽകുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറയും, സത്യാത്മാവ് വരുമ്പോൾ ആ സത്യാത്മാവ് എന്നെക്കുറിച്ച് നിങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയും നിങ്ങൾക്ക് ഇതെല്ലാം സഹിക്കാനുള്ള കഴിവും ഒരു ബലവുമായി കൂടെ നിൽക്കുകയും ചെയ്യും എന്നാണ്. ഈ സുവിശേഷം നമ്മൾ ധ്യാനിക്കുമ്പോൾ യോഹന്നാൻ സുവിശേഷം എഴുതിയത് തന്നെ പീഡനങ്ങളുടെ നടുവിലാണ്. അപ്പോൾ പീഡനങ്ങളൊക്കെ യോഹന്നാൻ കാണുന്നുണ്ട്. ഏറെ പ്രത്യേകിച്ച് ക്രിസ്തുവിന് വേണ്ടി ഒത്തിരിയധികം മനുഷ്യർ രക്തം ചിന്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരും ഈ ക്രിസ്തു ശിഷ്യന്മാരും ഒക്കെ വിചാരിച്ചിട്ടുണ്ടാവും, എന്തിനാണ് തങ്ങളിങ്ങനെ മരിക്കേണ്ടിയൊക്കെ വരുന്നത്. അപ്പം ഇതിൽ ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടുള്ളത് അപ്പോസ്തലന്മാരാണ്. അപ്പോൾ ഈ അപ്പോസ്തലന്മാരുടെ സമയം കഴിഞ്ഞപ്പോഴേക്ക് വാമൊഴിയായിട്ടാണ് ബാക്കി സഭയിലേക്ക് വന്ന ആദിമ ക്രൈസ്തവർക്ക് സഭയുടെ മൂല്യങ്ങളും ക്രിസ്തു എന്താണ് പറഞ്ഞതെന്നൊക്കെ കേട്ടിട്ടുള്ളത്. ക്രിസ്തുവിൽ നിന്ന് നേരിട്ട് കേട്ടിട്ടില്ലാത്ത കുറേയേറെ മനുഷ്യരാണ് ക്രിസ്തുവിന് വേണ്ടി ഇപ്പോൾ പീഡനങ്ങളും സഹനങ്ങളും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ വലിയൊരു ചോദ്യമായിരുന്നു, എന്തിനാണ് ഈ സഹനങ്ങൾ ഞങ്ങൾ ഏൽക്കേണ്ടി വരുന്നത്, എന്തിനാണ് മരണത്തിലേക്ക് ഞങ്ങൾ വിട്ടുകൊടുക്കുന്നത്. സുവിശേഷത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളെ കൊല്ലുന്നവരെ ദൈവത്തിന് ബലിയർപ്പിക്കുകയാണെന്ന് ചിന്തിക്കുന്ന ഒരു കാലം വരുമെന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പേരിൽ ദൈവത്തിന് വേണ്ടി മരിക്കപ്പെടുന്ന മനുഷ്യർ, അപ്പോൾ അവർക്കിങ്ങനെ ഒത്തിരിയധികം സംശയങ്ങളൊക്കെ ഉണ്ടാവും. ആ സമയത്താണ് യോഹന്നാൻ അവരോട് ഇത് പറയുന്നത്. ക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ എൻ്റെ നാമത്തിൽ എനിക്ക് സാക്ഷ്യം നൽകുന്നതിൻ്റെ പേരിൽ നിങ്ങൾ കൊല്ലപ്പെടും, നിങ്ങൾക്ക് പീഡനങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ ആ സമയത്ത് നിങ്ങളെ ശക്തിപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് വരുമെന്നാണ്. ഈ പരിശുദ്ധാത്മാവ് വന്ന് ക്രിസ്തുവിന് സാക്ഷി നൽകുമെന്ന് പറയുമ്പോൾ ആരാണ് ക്രിസ്തു എന്നുള്ളൊരു സൂചനയും ബോധ്യം നിനക്ക് നൽകുമെന്നാണ്. കാരണം പീഡനങ്ങളുടെ സമയത്ത് ഞാൻ ക്രിസ്തുവിനെ ചിലപ്പോൾ മറക്കും. ക്രിസ്തു എന്നോട് എന്താണ് പറഞ്ഞതെന്നോ ക്രിസ്തു എനിക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്നുള്ള കാര്യം ഞാൻ മറക്കും. ആ സമയത്ത് എനിക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ബലം. പരിശുദ്ധാത്മാവ് ഒന്ന് ഓർമ്മപ്പെടുത്തും, ക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചവനാണ്, ആ മരിച്ച ക്രിസ്തുവിന് വേണ്ടിയാണ് നീ ഇപ്പോൾ രക്തം കൊണ്ട് സാക്ഷ്യം നൽകുന്നത്. അപ്പോൾ ഈ സാക്ഷ്യം ലോകം എനിക്കെതിരെ തിരിയാനുള്ളൊരു കാരണവും ക്രിസ്തുവിനെതിരെ അവർ തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ടാണ് എനിക്കെതിരെയും അവർ തിരിയുന്നത് എന്നുള്ളൊരു ബോധ്യമാണ് ഈ പീഡനങ്ങളുടെ നടുവിലുണ്ടായിരുന്ന ആദിമ ക്രൈസ്തവർക്ക് ലഭിച്ചത്. യോഹന്നാൻ അത് വളരെ വ്യക്തമായി നൽകുകയായിരുന്നു. അപ്പോൾ ഈ സുവിശേഷം നമ്മളോടും സംസാരിക്കുന്ന ഒരു കാര്യം, ജീവിതത്തിൽ ക്രിസ്തുവിനെ പേറേണ്ടി വരുന്നതിൻ്റെ പേരിൽ നമുക്കും ചില സഹനങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. ചില സമയങ്ങളിൽ ബുദ്ധിമുട്ടുകളും സഹനങ്ങളും ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് ഓടിക്കളയുന്ന മനുഷ്യരായി നമ്മൾ മാറാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകാതെ ആദിമ ക്രൈസ്തവരുടെ ധീരതയോടും സ്നേഹത്തോടും കൂടെ ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഈ കൃപ നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ് നാം ഓരോരുത്തരും. ഈ ആത്മാവിൻ്റെ ബലം നമുക്കുണ്ട്. ഇനി നമ്മൾ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന മനുഷ്യരായി മാറണം. ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.